ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് കൺട്രോൾ സിസ്റ്റം ആണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ സിസ്റ്റംസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൺട്രോൾ സിസ്റ്റംസിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫെമിലിയറൈസ്ഡ് ആയിരിക്കേണ്ട ഒരു വേർഡാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ TF എന്ന് ഞാൻ ചെറുതാക്കി ഡിനോട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരിക്കും. ആ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സ് നടന്ന് ഇൻപുട്ട് R(t) ആണെങ്കിൽ അത് കൺവേർട്ടഡ് ഇൻടു സം ഔട്ട്പുട്ട് C(t) എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് C(t) അതായത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് R(t) അതായത് ഇൻപുട്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് എടുക്കുന്നതായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് C(t) ഔട്ട്പുട്ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ C(s) എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ C(s) ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് R(t) ക്യാപിറ്റൽ R(s) വെച്ച് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് സിംപ്ലി എങ്ങനെ പറയാം? C(s) ഡിവൈഡഡ് ബൈ R(s) ആണെന്ന് പറയാം. ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിത്ത് ഓൾ ഇനീഷ്യൽ കണ്ടീഷൻസ് സെറ്റ് ടു 0. ഇനീഷ്യൽ കണ്ടീഷൻസ് എല്ലാം 0 ആയിരിക്കുന്ന സമയത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് C(s) ഡിവൈഡഡ് ബൈ R(s)നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജനറലി ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അതായത് നമുക്കൊരു ഔട്ട്പുട്ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ടേമിൽ നമുക്ക് Bm(s)m പ്ലസ് Bm-1s(m-1) പ്ലസ് എക്സെട്ര ഇങ്ങനൊരു ടേം ഉണ്ട്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ An(s)n പ്ലസ് An-1s(n-1) പ്ലസ് എക്സെട്ര എന്ന് പറയുന്നൊരു ടേം ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിലെ ഡിനോമിനേറ്ററിനെ ഇക്വേറ്റ് ടു 0, ഡിനോമിനേറ്റർ ഇസ് ഇക്വേറ്റഡ് ടു 0നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ നമുക്ക് തന്നിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ഡിനോമിനേറ്റർ ഇക്വേറ്റ് ടു 0 ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? An(s)n പ്ലസ് An-1s(n-1) പ്ലസ് എക്സെട്ര പ്ലസ് A1s പ്ലസ് A0 ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കും ഇവിടുത്തെ എന്താ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് പോൾസ് ആൻഡ് സീറോസ് ആണ്. എന്താണ് പോൾസ്, എന്താണ് സീറോസ് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് പോൾസ് എന്താന്ന് നോക്കാം. പോൾസ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസീസ് ഫോർ വിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബിക്കംസ് ഇൻഫിനിറ്റ്, അതിനെയാണ് നമ്മൾ പോൾസ് എന്ന് പറയുന്നത്. അതേസമയം സീറോസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസീസ് ഫോർ വിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബിക്കംസ് 0. ട്രാൻസ്ഫർ ഫംഗ്ഷൻ 0 ആവുന്ന ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ സീറോസ് എന്നും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻഫിനിറ്റ് ആവുന്ന ഫ്രീക്വൻസിനെയാണ് നമ്മൾ പോൾസ് എന്നും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തിട്ട് എക്സാമ്പിൾ ഒന്ന് ചെയ്തു നോക്കി നോക്കാം. നമ്മുടെ കയ്യിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ G(s) is equal to 50 into s plus 3 divided by s into s plus 2 into s plus 4 all square ആണെന്ന് വിചാരിക്കാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതാണ്? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതാ അറിയാലോ? s into s plus 2 into s plus 4 all square equal to 0 ആണ് എന്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അത് നേരത്തെ ഡിഫൈൻ ചെയ്തതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ കേസിൽ നമുക്ക് സീറോസ് നോക്കുകയാണെങ്കിൽ എന്താണ്? G(s) 0 വരുന്ന തരത്തിലുള്ള ഫ്രീക്വൻസീസിനെയാണ്. അതായത് എസിന്റെ വാല്യൂ ഇവിടുത്തെ -3 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്ലൈസ് G(s) 0 ആവില്ലേ?
അപ്പോൾ ആ ഒരു പോയിന്റിനാണ് സീറോസ് എന്ന് പറയുന്നത്. അപ്പൊ സീറോസ്, ഇവിടുത്തെ സീറോസ് എന്ന് പറയുന്നത് അറ്റ് -3 അതുപോലെ തന്നെ പോൾസ് കാണുകയാണെങ്കിൽ പോൾസ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങോട്ട് പോകണം, ഇൻഫിനിറ്റിയിലേക്കാണ് പോകേണ്ടത്. ഇംപ്ലൈസ് 1/0 വരിക എന്നുള്ള, അത് ചെയ്താൽ പോരെ. 1/0 എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണല്ലോ. അപ്പോ 1/0 എന്നുള്ള രീതിയിൽ വരണമെങ്കിൽ ഡിനോമിനേറ്ററിന്റെ എസിന്റെ ഒപ്പമുള്ള ഫ്രീക്വൻസി ടേംസ് 0 വരണം. എസിന്റെ വാല്യൂ ഡയറക്റ്റ് 0 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി ജി ഓഫ് എസ് തന്നിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ അനുസരിച്ച് ഇൻഫിനിറ്റി ആയി മാറും. അതായത് എസ് ഈക്വൽ ടു 0 ഒരു പോൾ ഉണ്ട്. പിന്നെ ഉള്ളത് എവിടെയാന്ന് നോക്കുക, എസ് ഈക്വൽ ടു -2 കൊടുത്താൽ -2 + 2 0 ആയി, 1/0 ഇൻഫിനിറ്റി ആയി. അതായത് എസ് ഈക്വൽ ടു -2 നമുക്കൊരു പോൾ ഉണ്ട്. അടുത്തതായിട്ട് -4 പോൾസ് ഉള്ളത്. പക്ഷെ അവിടെ 2 പോൾസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, 2 പോൾസ് ഉണ്ട്. കാരണം ഓൾ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്, s+4 × s+4. -4 എന്ന് പറയുന്ന പോയിന്റിൽ 2 പോൾസ് ആണ് ഉള്ളത്. അപ്പൊ സീറോസും പോൾസും കാണാനായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ്. ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ. ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സിസ്റ്റം ഓഫ് പ്രോസസ്സിനെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട്, ബ്ലോക്ക് ഡയഗ്രാം എലമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. സിംപ്ലിഫൈഡ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇൻപുട്ട് R(t) വരുന്നതിന് സർട്ടൻ പ്രോസസ്സ് ചെയ്തിട്ട് ആ പ്രോസസ്സ് വരുന്നതാണ് ഈ റെക്ടാങ്കിളിന്റെ ഉള്ളിൽ എഴുതുന്നത്. ആ പ്രോസസ്സിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മൾ മെയിൻലി ഇവിടെ എഴുതാറുള്ളത്. അതുകൊണ്ട് ഈ ബ്ലോക്ക് എന്ന് പറയുന്നതിൽ എപ്പോഴും എന്തായിരിക്കും ഉണ്ടായിരിക്കുക, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ആണ്, വിച്ച് റെപ്രസെന്റ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. ഇവിടുത്തെ കേസിൽ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം G(s) ആണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് C(t) ആണെന്ന് വെക്കാം. അപ്പൊ ബ്ലോക്ക് എന്ന് പറയുന്ന എലമെന്റ് ആണ് ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനിൽ വരുന്നത്. സെക്കൻഡ് എലമെന്റ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് സമ്മിങ് പോയിന്റ് ആണ്. അതായത് മോർ ദാൻ 1 ഇൻപുട്സ് സം ചെയ്ത് വരുന്ന തരത്തില്. എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഇവിടേക്കും ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഇവിടേക്കും പോകുന്നുണ്ട് വിചാരിക്കുക. നമ്മുടെ സമ്മിങ് പോയിന്റ് ഇവിടെ 2 ഭാഗത്തും പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, A+B ആയിരിക്കും. ഇനി സപ്പോസ് 3 ഉള്ളത് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എ ഇങ്ങോട്ട് വന്നു പ്ലസിലേക്കാണ്, ബി ഇങ്ങോട്ട് വന്നു അതും പ്ലസിലേക്കാണ് പോകുന്നത്, സി എന്ന് പറയുന്നത് മൈനസിലേക്കാണ് പോകുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക, A+B - C ആയിരിക്കും. ഈസി അല്ലേ? നെക്സ്റ്റ് ഒരു എലമെന്റും കൂടിയേ നമുക്ക് ആകെയുള്ളൂ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനിൽ, അതാണ് ടേക്ക് ഓഫ് പോയിന്റ്സ്. ഇവിടെ നമ്മൾ നോക്കിയത് സമ്മിങ് പോയിന്റ്സ് ആണ്. സമ്മിങ് പോയിന്റ് ഫസ്റ്റ് വൺ ബ്ലോക്ക് ആയിരുന്നു, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സമ്മിങ് പോയിന്റ് ആയിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടേക്ക് ഓഫ് പോയിന്റ് ആണ്. ടേക്ക് ഓഫ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ഔട്ട്പുട്ടിനെ ടാപ്പ് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ ടേക്ക് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് സപ്പോസ് R(t) എന്നൊരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. സം ട്രാൻസ്ഫർ ഫംഗ്ഷൻ G(1)(s) വെച്ചിട്ട് സം പ്രോസസ്സസ് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് C(1)(t) ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ വേറൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. ഇതേ R(t) വേറൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ G(2)(s) വെച്ച് വേറൊരു പ്രോസസ്സ് പെർഫോം ചെയ്തതിന് ശേഷം C(2)(t) എന്നൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിവിടെ ടാപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. അതായത് R(t) തന്നെയാണ് നമുക്ക് വീണ്ടും വേണ്ടത്. അപ്പൊ നമ്മൾ R(t) ടാപ്പ് ചെയ്തെടുക്കുകയല്ല ചെയ്തത്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേക്ക് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഈ C(1)(t)യും C(2)(t)യും നമുക്ക് എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ C(1)(t) ടാപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് C(2)(t) ടാപ്പ് ചെയ്തെടുക്കാം. രണ്ടും നമുക്കിപ്പോ ഒരു സമ്മിങ് പോയിന്റിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊടുക്കാം, പ്ലസിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് ഞാൻ C(t) എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ബ്ലോക്ക് ഡയഗ്രാം ആയിരിക്കും എനിക്ക് കിട്ടുക, അല്ലെ? അപ്പൊ ഇവിടെയും നമ്മൾ ടാപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈ പോയിന്റ്സിനെയും എന്താണ് പറയാ, ടേക്ക് ഓഫ് പോയിന്റ്സ് തന്നെയാണ് പറയാ, ഈ പോയിന്റും ഈ പോയിന്റും. ഓക്കെ,
അപ്പൊ ടേക്ക് ഓഫ് പോയിന്റ്സും മനസ്സിലായല്ലോ. ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന 3 ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇത് 3ആണ്: ബ്ലോക്ക്, സമ്മിങ് പോയിന്റ് ആൻഡ് ടേക്ക് ഓഫ് പോയിന്റ്സ്. ഇനി നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ആണ്. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ് ദ നെയിം സജസ്റ്റ്, നമ്മൾ എന്ത് ചെയ്യാണ്? ബ്ലോക്ക് ഡയഗ്രത്തിനെ മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സർട്ടൻ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻസ് നടത്തുന്നത്. അതിലെ ചില റൂൾസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഒരെണ്ണം എന്ന് പറയുന്നത് കാസ്കേഡ് ആയിട്ടാണ് നമ്മുടെ ബ്ലോക്സ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ G1 ഓഫ് എസും ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ G2 ഓഫ് എസും ആണെങ്കിൽ നമുക്കിതിനെ സിംപ്ലി ഒരു ബ്ലോക്ക് വെച്ച് റീപ്ലേസ് ചെയ്യാം, വിച്ച് has a gain of G1 of S into G2 of S. Okay. ഇതാണ് ഒന്നാമത്തെ റൂള്. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉള്ളത് പാരലൽ ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഒരു സമ്മിങ് പോയിന്റിലേക്ക് ആയിക്കോട്ടെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെർട്ടിക്കുലർ ബ്ലോക്കിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും? G1 ഓഫ് എസ് പ്ലസ് G2 ഓഫ് എസ് ആണ് വരുന്നത് എന്ന് പറഞ്ഞൂടെ? ഇവിടെ സമ്മിങ് പോയിന്റിലേക്ക് രണ്ടും പ്ലസിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ G1 ഓഫ് എസ് പ്ലസ് G2 ഓഫ് എസ് അല്ല ഇവിടുത്തെ ടോട്ടൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത്. അപ്പോ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു റൂള് പറയുന്നത്, തേർഡ് വൺ എന്ന് പറയുന്നത് ടേക്ക് ഓഫ് പോയിന്റിനെ എഹെഡ് ഓഫ് ബ്ലോക്ക് മൂവ് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. നമുക്കൊരു ഇൻപുട്ട് ഉണ്ടായിരുന്നു, അതിനൊരു ബ്ലോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. G ഓഫ് എസ് ആണ് അവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇങ്ങനെ പോകുന്നു. ഇവിടെ വരുന്ന ഇൻപുട്ട് R ഓഫ് എസും ഔട്ട്പുട്ട് വരുന്നത് C ഓഫ് എസും ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേക്ക് ഓഫ് പോയിന്റിനെയാണ് നമ്മൾ എഹെഡ് ഓഫ് ബ്ലോക്ക് ആക്കാൻ പോകുന്നത്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനെ നമുക്ക് ഈ ടേക്ക് ഓഫ് പോയിന്റ് എഹെഡ് ഓഫ് ബ്ലോക്ക് ആക്കുകയാണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇൻപുട്ട് വരുന്നുണ്ടാവും R ഓഫ് എസ്. എഹെഡ് ഓഫ് ബ്ലോക്ക് ആണ് നമ്മുടെ ടേക്ക് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. G ഓഫ് എസ് ആണ് ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നു C ഓഫ് എസ് ആണ്. ടേക്ക് ഓഫ് പോയിന്റ് ഫ്രണ്ടിലേക്ക് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഈ പോയിന്റിൽ കിട്ടിയിരുന്ന വാല്യൂ എന്ന് പറയുന്നത് R ഓഫ് എസ് ഇൻറ്റു G ഓഫ് എസ് ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ വെറുതെ ടേക്ക് ഓഫ് പോയിന്റ് ഇവിടെ കൊടുത്ത് R ഓഫ് എസ് മാത്രം എടുത്താൽ പോരാ, എന്ത് ചെയ്യണം? G ഓഫ് എസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും കൂടെ ചെയ്യണം, അല്ലെ? അപ്പോഴാണ് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുള്ളൂ. ഇത് R ഓഫ് എസ് ഇൻറ്റു G ഓഫ് എസ് എന്നുള്ള വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഇൻപുട്ട് R ഓഫ് എസ് ഉണ്ട്, അത് നേരെ G ഓഫ് എസിൽ കയറിയിട്ട് ഔട്ട്പുട്ട് C ഓഫ് എസ് കിട്ടുന്നു. ഇതിന്റെ ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ടേക്ക് ഓഫ് പോയിന്റ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കാം. അതിനെ നമുക്ക് ആഫ്റ്റർ ദ ബ്ലോക്ക് ആക്കി മാറ്റണമെങ്കിൽ, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, R ഓഫ് എസ് എന്ന് പറയുന്ന ഇൻപുട്ട് വരുന്നു, ബ്ലോക്ക് വന്നു, G ഓഫ് എസ് ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് C ഓഫ് എസ് വന്നു. ഇവിടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ടേക്ക് ഓഫ് പോയിന്റിനെ നമ്മൾ എവിടേക്ക് മാറ്റാണ്? ആഫ്റ്റർ ബ്ലോക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അതായത് R ഓഫ് എസ് ഇൻറ്റു G ഓഫ് എസ് എന്ന് എടുത്തിട്ടുള്ള പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഏത് ടാപ്പ് ചെയ്തെടുക്കലാണ്? R ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള R ഓഫ് എസ് G ഓഫ് എസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 1/G ഓഫ് എസ് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ടേക്ക് ഓഫ് പോയിന്റിനെ നമ്മൾ ആഫ്റ്റർ ദ ബ്ലോക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ച് റൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ചെയ്യുന്നത്. സിമിലർലി വരുന്ന റൂൾസ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. സമ്മിങ് പോയിന്റിന് ഇതുപോലെ മൂവ് ചെയ്യിക്കാൻ ആഫ്റ്റർ ബ്ലോക്കും എഹെഡ് ഓഫ് ബ്ലോക്ക് അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് റൂൾസ് ആണ്. അപ്പൊ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷന്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ കുറച്ച് റൂൾസ് യൂസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ബ്ലോക്ക് ഡയഗ്രത്തിനെ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ കൂടാതെ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ് നമ്മൾ മെയിൻ ആയിട്ട്
ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ നമ്മൾ വല്ലാതെ ഡെപ്തിലേക്ക് പോവാഞ്ഞത്. അപ്പൊ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനിലുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ കേസിൽ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷന്റെ കേസിൽ പറഞ്ഞ പോലെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ബ്ലോക്ക് ഉണ്ട്, സമ്മിങ് പോയിന്റ് ഉണ്ട് ആൻഡ് ടേക്ക് ഓഫ് പോയിന്റ് ഉണ്ട്. അതേസമയം സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ഉണ്ടാവുന്നത് നോഡാണ്. നോഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം, ഇൻപുട്ട് നോഡാവാം, ഔട്ട്പുട്ട് നോഡാവാം, സമ്മിങ് പോയിന്റ് ആവാം, അല്ലെങ്കിൽ ടേക്ക് ഓഫ് പോയിന്റ് ആവാം. എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നോഡാണ്. അടുത്തത് നോഡ് കൂടാതെ അടുത്തത് വരുന്നത് എന്ന് പറയുന്നത് നമുക്കൊരു 2 നോഡ്സ് ഉണ്ട്, 1ഉം 2ഉം. അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ബ്ലോക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനിൽ നമുക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഡയറക്ഷണൽ പാത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ കാണിക്കും. ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് g1(s) എന്നാണെങ്കിൽ നമ്മൾ ഈ 1നും 2നും ഇടയ്ക്കുള്ള ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ, ജസ്റ്റ് അതിന്റെ ഡയറക്ഷൻ മെൻഷൻ ചെയ്യും, അതുപോലെ തന്നെ അതിന്റെ ഗെയിനും മെൻഷൻ ചെയ്യും. ഫീഡ്ബാക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് നോഡ് 1, നോഡ് 2, അതിന്റെ ഇടയ്ക്ക് g1 നേരത്തെ പോലെ ഗെയിൻ ഉണ്ട്. തേർഡ് നോഡിൽ നിന്ന് സെക്കൻഡ് നോഡിലേക്ക് ഒരു ഫീഡ്ബാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവാം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവാം. ഇവിടെ മൈനസ് ഓർ പ്ലസ് എച്ച് ആണ് അതിന്റെ ഫീഡ്ബാക്കിന്റെ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഓർ പ്ലസ് എച്ച് ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് എന്ത് കാണിക്കുന്നത്, ഫീഡ്ബാക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 3 സംഭവങ്ങളാണുള്ളത്. ഒന്ന് നോഡ് ഉണ്ടായിരിക്കും, പിന്നെ വരുന്നത് ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗെയിനും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ വരുന്ന 3 പോയിന്റ്സ് ഇതൊക്കെയാണ്. നോഡ് തന്നെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, സമ്മിങ് പോയിന്റ്, ടേക്ക് ഓഫ് പോയിന്റ്സിനൊക്കെ നോഡ് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗെയിൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഡയഗ്രത്തിനുള്ളിൽ വരുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഗെയിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഫീഡ്ബാക്കിലാവുമ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഗെയിൻ, നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ഇതൊക്കെയാണ് വരുന്നത്. ഒരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് മേസൺസ് ഗെയിൻ ഫോർമുലയും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കൂടെ പറയാം. അപ്പോൾ മേസൺസ് ഗെയിൻ ഫോർമുല നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് ആക്കുന്ന പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് ഫേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ തന്നിരിക്കുകയാണ്. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെ 1 എന്ന് പറയുന്ന നോഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ 2 എന്ന് പറയുന്ന നോഡ്. ഞാൻ പറഞ്ഞിരുന്നു സമ്മിങ് പോയിന്റ് നോഡായിട്ടാണ് എടുക്കുക. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന നോഡ്. ആ നോഡിൽ നിന്ന് മുകളിലേക്ക് ഒരു ഗെയിൻ കാണിച്ചിട്ടുണ്ട് G3. അതുകൂടാതെ ഇത് ടേക്ക് ഓഫ് പോയിന്റ് ആയതുകൊണ്ടാണ് കേട്ടോ 3 എന്നുള്ള നോഡായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് G1ലേക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് G2ലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് വരുന്ന 2 ഔട്ട്പുട്ട്സും തമ്മിൽ ഒരു സമ്മിങ് പോയിന്റ് വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. സമ്മിങ് പോയിന്റിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് C(s) വരുന്നത്. കൂടാതെ ഇവിടെ ഒരു ഫീഡ്ബാക്ക് കൂടെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. H ആണ് അതിന്റെ ഗെയിൻ വാല്യൂ തന്നിട്ടുള്ളത്, ഫീഡ്ബാക്ക് ഗെയിൻ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിനെയാണ് നമുക്ക് തിരിച്ചെങ്ങോട്ട് മാറ്റേണ്ടത്, സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്കുമ്പോൾ നമ്മൾ ഇൻപുട്ട് നോഡിന് അതുപോലെ ഔട്ട്പുട്ട് നോഡിനെ നമ്പർ ചെയ്യണം. അപ്പൊ ഇൻപുട്ട് നോഡ് എന്നാണ് ഞാൻ നമ്പർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും, സെക്കൻഡ് നോഡ് എന്ന് പറയുന്നത് സമ്മിങ് പോയിന്റ് ഉള്ളതുകൊണ്ട് അതായിരിക്കും, തേർഡ് നോഡ് എന്ന് പറയുന്നത് ടേക്ക് ഓഫ് പോയിന്റ് ഉള്ളതുകൊണ്ട് അതായിരിക്കും. അടുത്തത് ടേക്ക് ഓഫ് പോയിന്റ് തന്നെയാണ്, ഫോർത്ത് പോയിന്റ്. ഈ ഒരു ടേക്ക് ഓഫ് പോയിന്റിന് ഒരു നോഡിന്റെ നമ്പർ കൊടുത്തു 4. അതിനുശേഷം സമ്മിങ് പോയിന്റിന് അടുത്ത നോഡ് നമ്പർ 5, പിന്നെ ഔട്ട്പുട്ട് നോഡിന് 6.
അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമുക്ക് എത്ര നോഡ് ഉണ്ട്? 1 2 3 4 5 6 നോഡ്സ് ആണ് ഉള്ളത്. 1 ഇവിടുത്തെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബ്ലോക്ക് ഡയഗ്രത്തില് നമ്മുടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അപ്പോ എന്താണ് ഉണ്ടാവുന്നത്? 1 to 2 ഗെയിൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 1 ആണ് അപ്പോൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. 2 to 3 ഇടയിൽ വല്ല ഗെയിനും വരുന്നുണ്ടോ? ഇല്ല, അപ്പൊ അതും 1 തന്നെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. 3 to 4ന്റെ ഇടയിൽ ഗെയിൻ വരുന്നുണ്ട്, എത്രയാണ്? G1. 4 to 5ന്റെ ഇടയിൽ ഗെയിൻ വരുന്നുണ്ട്, എത്രയാണ്? G2. 5 to 6ന്റെ ഇടയിൽ ഗെയിൻ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഗെയിൻ എന്താ എടുക്കുക? 1. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമായി. ഇനി 3 എന്ന് പറയുന്ന നോഡിൽ നിന്ന് 5 എന്ന് പറയുന്ന ബ്ലോക്ക് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ 3 to 5 ആണെന്നുള്ളത് കാണിക്കാൻ 3ഉം 5ഉം തമ്മിൽ വരയ്ക്കുക. അതിന്റെ ഒപ്പം ഡയറക്ഷൻ മെൻഷൻ ചെയ്യുക. ഡയറക്ഷൻ മെൻഷൻ ചെയ്തതിന് ശേഷം അവിടുത്തെ ഗെയിൻ എന്താണെന്നുള്ളത് എഴുതുക. അപ്പൊ ഇവിടെ ഒരു G3 എന്ന് പറയുന്ന ഗെയിന് ഇങ്ങനെ വന്നിട്ടുണ്ട്. G3 എന്ന് പറയുന്ന ഗെയിനിന്റെ സൈന് കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ G3 വരുന്നത് ഏതിലേക്കാണ്? സമ്മിങ് പോയിന്റിന്റെ നെഗറ്റീവിലേക്കാണ്. അതായത് ഇവിടെ നെഗറ്റീവ് G3 എന്നാണ് എഴുതേണ്ടത്. അപ്പൊ -G3 ആണ് ഇവിടുത്തെ ഗെയിൻ വരുന്നത്. ഓക്കെ, അതുപോലെ 2ഉം 4ഉം തമ്മിൽ 2 and 4 തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ. ഒരു ഫീഡ്ബാക്കിന്റെ കണക്ഷൻ വരുന്നുണ്ട്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? 4ൽ നിന്ന് 2ലേക്കാണ് പോകുന്നത്. അതും നെഗറ്റീവിലേക്കാണ് പോകുന്നത്. സമ്മിങ് പോയിന്റിന്റെ നെഗറ്റീവിലേക്കാണ് കയറുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? -H എന്ന് എഴുതാം. അപ്പൊ സിംപ്ലി സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്കി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കുന്നത് മേസൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തെടുക്കുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫോർവേഡ് പാത്ത് ഗെയിൻ കാണുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർവേഡ് പാത്ത് ഗെയിൻ. ഫോർവേഡ് പാത്ത് ഗെയിൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് നോഡിൽ നിന്ന്, അതായത് 1ൽ നിന്ന് ഔട്ട്പുട്ട് നോഡിലേക്ക് 6ലേക്ക് ഏതൊക്കെ തരം പാത്ത് ഉണ്ടെന്ന് നോക്കുക. ഒന്നാമത്തെ പാത്ത് ഈ 1 2 3 4 5 6 എന്നുള്ളത് ഓർഡറിൽ 1 to 6 വരാം. 1 2 3 4 5 6 വരാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോക്കൂ, 1 വന്നു, 2 വന്നു, 3 വന്നിട്ട് നേരെ 5 കയറി 6 കൂടെ ഇറങ്ങിക്കൂടെ? അപ്പൊ 2 ഫോർവേഡ് പാത്ത് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഫസ്റ്റ് പാത്ത് ഇതും സെക്കൻഡ് പാത്ത് ഇതും. ക്ലിയർ അല്ലേ? അപ്പോ ഫസ്റ്റ് ഫോർവേഡ് പാത്തിന്റെ ഗെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? G1 G2 എന്ന് എഴുതാം അല്ലെ. G1 G2 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫോർവേഡ് പാത്തിന്റെ ഗെയിൻ. P1 എന്നാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. P2 എന്ന് പറയുന്നത് സെക്കൻഡ് പാത്തിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നിന്ന് വന്ന് 1 -G3 1. അപ്പോൾ എന്താണ്? പാത്ത് 2ന്റെ -G3 ആണ് ഗെയിൻ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഫോർവേഡ് പാത്ത് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിനിൽ വരുന്നത് നമുക്ക് ഒരേ ഒരു ലൂപ്പേ ഇവിടെ വരുന്നുള്ളൂ, H വരുന്നത് അല്ലെ. ഫീഡ്ബാക്ക് ലൂപ്പ് ഒരെണ്ണേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഫീഡ്ബാക്ക് ലൂപ്പിന്റെ ഗെയിൻ നമുക്ക് എടുത്ത് എഴുതാം. എന്താണ് വരുന്നത്? G1H -G1H എന്നാണ് വരുന്നത് അല്ലെ. ഇവിടുത്തെ G1ഉം ഈ 1ൽ കൂടെ കയറി G1 -H -G1 × H. അപ്പൊ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ ഒരെണ്ണം നമ്മൾ എടുത്ത് എഴുതി. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യലാണ്. നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യലാണ്. ഇവിടെ ആകെ കൂടെ ഒരു ലൂപ്പേ ഉള്ളൂ. അപ്പൊ നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ
ഒബ്വിയസ്ലി എന്തായിരിക്കും വരുന്നുണ്ടാവുക? നോൺ ടച്ചിങ് ലൂപ്സ് ഇല്ല എന്നുള്ളതായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ പ്രസന്റ് അല്ല, നോ, നോൺ ടച്ചിങ് ലൂപ്സ് ഇല്ല. അപ്പൊ നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പാക്കി. ഇനി നമുക്ക് മേസൺസ് ഗെയിൻ ഫോർമുലയിൽ യൂസ് ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ആദ്യം മേസൺസ് ഗെയിൻ ഫോർമുല അതിൽ മുന്നൊന്ന് പറയാം. മേസൺസ് ഗെയിൻ ഫോർമുലയിൽ പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എസ് ക്യാൻ ബി calculated as sigma I is equal to 1 to n pi into delta I divided by delta എന്നുള്ളതാണ്. സി ഓഫ് എസ് എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. ആർ ഓഫ് എസ് എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആയിരിക്കും. അതായത് ഇത് ഔട്ട്പുട്ട് നോഡും ഇത് ഇൻപുട്ട് നോഡും ആയിരിക്കും. അല്ലെ? കറക്റ്റ് അല്ലേ? ടി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പി ഐ എന്നുള്ള ഒരു ടേം ഇവിടെ കാണുന്നുണ്ട്. പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ith ഫോർവേഡ് പാത്ത് ഗെയിൻ ആണ്. നമ്മള് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കിയിരുന്നപ്പോ നമ്മളിവിടെ പറഞ്ഞു 2 ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന്, അല്ലെ? അപ്പൊ P1 P2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, കണ്ടോ? അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ith പാത്ത് ഗെയിൻ. അപ്പൊ ഫസ്റ്റ് ഫോർവേഡ് പാത്തിന്റെ ഗെയിൻ ആണ് ഞാൻ എന്ത് P1 എന്ന് ഡിനോട്ട് ചെയ്തിരുന്നത്. സെക്കൻഡ് ഫോർവേഡ് പാത്തിന്റെ ഗെയിൻ ആണ് നമ്മൾ P2 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഡെൽറ്റ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് സം ഓഫ് individual gains, all individual gains plus sum of product of all possible two non-touching loops minus sum of product of all possible 3 non-touching loops. അങ്ങനെ പോകും. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് മേസൺസ് ഗെയിൻ ഫോർമുലയിലത്തെ ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് പെർട്ടിക്കുലർ എക്സാമ്പിളില്, ഇപ്പൊ നമ്മൾ എടുത്ത എക്സാമ്പിളിൽ ഇതനുസരിച്ച് നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഇവിടുത്തെ കേസില്? 1 മൈനസ് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേസിൽ ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ ലൂപ്പ് ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇതാ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ 1 മൈനസ് G1H വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് G1H എന്ന് എഴുതി കൂടെ നമുക്ക്. 2 നോൺ ടച്ചിങ് ലൂപ്സ് എടുക്കാനായിട്ട് ആകെ ഒരു ലൂപ്പേ ഉള്ളൂ. അപ്പൊ നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നും ഇല്ല. അപ്പൊ ബാക്കി ആ ഫോർമുലയിലത്തെ ബാക്കി ഭാഗം നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ 1 പ്ലസ് G1H എന്ന് പറയുന്നതാണ് ഡെൽറ്റയുടെ വാല്യൂ. ഇനി നമ്മുടെ ഇക്വേഷനില് ഡെൽറ്റ ഐ എന്നൊരു ടേമും കൂടെ ഉണ്ട്. ദാ ഡെൽറ്റ ഐ എന്നുള്ള ടേം, അതെന്താണെന്ന് നോക്കാം. ഡെൽറ്റ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ആണ് ഈ കേസിലുള്ളത്. കാരണം P1 P2 എന്ന് പറഞ്ഞിട്ട് 2 ഫോർവേഡ് പാത്ത് ഗെയിൻ അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ആണ്. ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്ന് പറയുന്നത് ഡെൽറ്റ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു കേത്ത് ഫോർവേഡ് പാത്ത് യൂസ് ചെയ്യാതെ ഉള്ള എന്തെങ്കിലും ലൂപ്സ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഗെയിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്ന് പറയുമ്പോൾ നോക്കൂ, ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ഇങ്ങനെ നേരെ പോകുന്നതാണ്. അത് ഏതെങ്കിലും പാത്തിനെ ടച്ച് ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഫോർവേഡ് പാത്ത് എടുത്തു. ഡെൽറ്റ 2ന്റെ എടുത്തു കഴിഞ്ഞാലും എന്താണ്, വേറെ ലൂപ്പുകളൊന്നും ടച്ച് ചെയ്യാതെ വരുന്നില്ല. അപ്പൊ ഡെൽറ്റ 2ന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. അപ്പൊ ഡെൽറ്റ 1 ഈക്വൽ ടു 1, ഡെൽറ്റ 2 ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും കിട്ടിയല്ലോ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ചെയ്താലോ? എന്താണ്? P1
ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ വിച്ച് ഈസ് ഈക്വൽ ടു P1ന്റെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയിരുന്നത്? G1 G2 ഇൻറ്റു ഡെൽറ്റ 1 എന്താണ് 1 പ്ലസ് മൈനസ് G3 ഇൻറ്റു ഡെൽറ്റ 2 1 ഡിവൈഡഡ് ബൈ ഇവിടെ ഡെൽറ്റയുടെ വാല്യൂ നമ്മളിപ്പോൾ തന്നെ കണ്ടുപിടിച്ചല്ലോ, എന്തായിരുന്നു? 1 പ്ലസ് G1H അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? G1 G2 മൈനസ് G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1H എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ മേസൺസ് ഗെയിൻ ഫോർമുലയും കൂടി നമ്മൾ കവർ ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ എടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയാണ്, നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നല്ല രീതിയിൽ തെറ്റൊന്നും വരാതെ ഇത് കണ്ടുപിടിക്കാനുള്ളത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ കാണും. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പ് ആൻഡ് ഓർഡർ ഓഫ് സിസ്റ്റം ആണ്. ടൈപ്പും ഓർഡറും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനെ G(h) എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനെ സം ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ s(n) ഇൻറ്റു s പ്ലസ് a ഇൻറ്റു s പ്ലസ് s എക്സെട്ര അങ്ങനെ എഴുതി പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഒറിജിനിൽ വരുന്ന പോൾസിന്റെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സ്മോൾ എന്നിന്റെ വാല്യൂ ആയിരിക്കില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്പ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടൈപ്പ് 0ന്റെ കേസിൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ അവിടെ s(0) ഓർ സിംപ്ലി എന്തായിരിക്കും? 1 ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോ n എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയി. അതാണ് ടൈപ്പ് 0ന്റെ കേസിൽ വരുന്നത്. ടൈപ്പ് 1 ആണെങ്കിൽ നമ്മുടെ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ s ഇൻറ്റു സം ടേംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒറിജിനിലുള്ള പോൾസിന്റെ നമ്പർ എത്രയാണ്? 1 ആണ്. അതുകൊണ്ടാണ് അത് ടൈപ്പ് 1 സിസ്റ്റം എന്ന് പറയുന്നത്. ടൈപ്പ് 2 സിസ്റ്റം ആണെങ്കിലോ? ടൈപ്പ് 2 സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ s² ഇൻറ്റു സം ടേംസ് വരും. അതായത് എന്താണ്? അറ്റ് ഒറിജിൻ ദർ ആർ 2 നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ ടൈപ്പ് 2 സിസ്റ്റം ആയി. ഓക്കെ, ഇങ്ങനെയാണ് ടൈപ്പ് ഓഫ് സിസ്റ്റം നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓർഡർ ഓഫ് സിസ്റ്റം കൂടി നോക്കാം. ഓർഡർ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പവർ ഓഫ് എസ് ഇൻ ഡിനോമിനേറ്റർ. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലെ ഹയസ്റ്റ് പവർ എന്താണോ വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹയസ്റ്റ് പവർ ഓഫ് എസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക? ഡിനോമിനേറ്ററിൽ. ഡിനോമിനേറ്ററിലെ ഏറ്റവും ഹയർ ആയിട്ട് വരുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കി നോക്കാം. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് s ടോ എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്കിൽ 1 പ്ലസ് s ടോ എന്ന് പറയുന്നതാണ് ഡിനോമിനേറ്റർ അല്ലെ? അതിന്റെ എസിന്റെ പവർ മാക്സിമം വരുന്നത് എന്താണ്? 1 ആണ്. അതായത് ഇത് ഏത് ടൈപ്പ് ആയിരിക്കും? ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ω(n)² ഡിവൈഡഡ് ബൈ s² പ്ലസ് 2 ഡെൽറ്റ ω(n) പ്ലസ് ω(n)s പ്ലസ് ω(n)² എന്നായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടത്തെ ഹയസ്റ്റ് പവർ എന്താ വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഇത് ഏത് ഓർഡർ സിസ്റ്റം ആണ്? സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ടൈപ്പ് ആൻഡ് ഓർഡർ ഓഫ് സിസ്റ്റം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് g(s) ആണ്. അതിനൊരു ഫീഡ്ബാക്ക് വരുമ്പോഴാണ് അത് എന്താവുന്നത്?
ഒരു ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത്. ആ ഫീഡ്ബാക്ക് ഗെയിൻ എച്ച് ഓഫ് എസ് ആണെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്, വേർ എച്ച് ഓഫ് എസ് ഇസ് ദ ഫീഡ്ബാക്ക് ഗെയിൻ. ഓക്കെ, ഈ ഒരു ഫോർമുലയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേഷനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയ്ക്കാണ് ബേസിക് ആയിട്ട് നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. പിന്നെ പോൾസും സീറോസിനും ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനിൽ ബേസിക് എലമെന്റ്സ് ഏതൊക്കെയാണ്, അതിനെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. മെയ്സൺസ് ഗെയിൻ ഫോർമുല പറഞ്ഞു. അതുപോലെ തന്നെ ടൈപ്പ് ആൻഡ് ഓർഡർ ഓഫ് സിസ്റ്റം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ലാസ്റ്റ് ആയിട്ട് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഇപ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.